Dear folks, very good morning to you. This is Sudhir Balachandran once again from Nakshatra Preschool for Little Wonders. Now, I'm standing in front of my lovely machine here, the Harley Davidson. Now, whenever I come with my Harley Davidson, when I ride Harley Davidson on the road, I always try to give one message. It is not that how expensive, how premium vehicle or a motorcycle I drive on Indian roads or Palakkad roads. No, it is how decently you drive the vehicle on the Indian roads. I am educated, right? I have been privy to a lot of cosmopolitan towns. I have been with good people. My upbringing is good. My family background is good. My schooling is the best. My college life and my career has been in the golden era. How would I display that? By saying no. The way you drive, you ride this machine onto the Indian roads, the Palakkad roads. Anybody can walk into a bank, കുറച്ച് പൈസ കൊടുക്കാം, ലോൺ എടുക്കാം, ഒരു വണ്ടി മേടിക്കാം. അതൊരു വലിയ കാര്യമുണ്ടോ? ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ ചിലർ വണ്ടി മേടിക്കാറുണ്ട്, ചിലർ കടത്തിലാണ് മുഴുവൻ ആൾക്കാർ വണ്ടി ഇപ്പോൾ ഇക്കാലത്ത്. പക്ഷെ നിങ്ങൾക്ക് ക്യാരക്ടർ കടത്തിൽ കിട്ടാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യണം. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ഹൗ ഡു യു ഡെവലപ്പ് ദാറ്റ് ക്യാരക്ടർ? ദാറ്റ് ക്യാരക്ടർ ഈസ് ഓൾവേസ് ഡെവലപ്ഡ് by decently, intelligently and patiently driving the vehicle in Indian roads. Arrogance പാടില്ല. നമുക്ക് വേണ്ടി മാത്രമല്ല റോഡ്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് റോഡുള്ളത്. നമ്മുടെ ജീവിതം സേഫ് ആക്കുക, മറ്റവരുടെ ജീവിതം സേഫ് ആക്കുക. ബിക്കോസ് നമ്മുടെ ജീവിതം സേഫ് ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കാത്തിരിക്കണ നമ്മുടെ അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ അവരും സേഫാണ്. ബുദ്ധിയുള്ളവര് വണ്ടി റോട്ടിലെടുക്കുമ്പോൾ അവർക്കറിയാം ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിലല്ല അധികം മരണം നടക്കുന്നത്. എവിടെ അധികം മരണം നടക്കുന്നത്? റോട്ടിലാണ് അധികം മരണം നടക്കുന്നത്. എല്ലാ ദിവസവും ആക്സിഡൻസ് ഉണ്ട്. ഇന്നലെ അവരായിരുന്നു, നാളെ നിങ്ങളായിരിക്കും. അതിന്റെ ഇട കൊടുക്കണോ? വെറുതെ ഒരു ഹെൽമെറ്റ് ഇട്ട് പോലീസുകാരനെ വെട്ടിപ്പിക്കാനുള്ള ഡ്രൈവിംഗ് അല്ല നമുക്ക് വേണ്ടത്. ബുദ്ധി യൂസ് ചെയ്തിട്ട് സിഗ്നലിൽ നിൽക്കുക, സ്റ്റോപ്പ് സിഗ്നലിന്റെ മുമ്പ് നിൽക്കുക, സീബ്ര ക്രോസിംഗ് കടക്കാൻ പാടില്ല, സീബ്ര ക്രോസിംഗ് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാതിരി തന്നെ സ്പീഡ് പാടില്ല. കുറെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ വ്യക്തമാക്കുന്നത് what you call rough riding or unruly riding on the Indian roads. അതിൽ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്? ബുദ്ധിയുള്ള ആൾക്കാർ ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അവർ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യും. ഗരാജ് കൊടുത്തിട്ടല്ല മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് ഗരാജ് കൊടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു മാസം ഓട്ടി, 15 ദിവസം ഓട്ടി, ഇതാ വണ്ടി കേട് വന്ന് വെച്ചോ. വണ്ടി എന്തിനാ കേട് വരുന്നത്? വണ്ടിയിൽ എന്താ പ്രശ്നം വരണത്? അത് മനസ്സിലാക്കണ്ടേ? ഐ കം ടു ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ സ്പീഡിൽ അല്ലെങ്കിൽ റഫിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യു അപ്ലൈ ബ്രേക്സ്. ബിക്കോസ് ഇത് പാലക്കാട് റോഡാണ്, വീതി കുറവാണ്, ട്രാഫിക് കൂടുതലാണ്. കാറാണെങ്കിൽ ഓട്ടാനേ പറ്റില്ല. അത് കാരണം ഞാൻ അധികം കാർ എടുക്കാത്ത ഈ റോഡിൽ. ബിക്കോസ് ആ റോഡല്ല അത്. 2 വീലേഴ്സ് പോകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ക്ലച്ച് അമർത്തണം, ബ്രേക്ക് അമർത്തണം. അമർത്താറില്ല. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ വിയർ ആൻഡ് ടിയർ വാട്ട് യു എക്സ്പെക്ട് വൈ യു ഡു ദിസ് തിങ്? സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ച് പ്ലേറ്റ്സ്, ബ്രേക്ക് പാഡ്സ്, നിങ്ങളുടെ ചെയിൻ സോക്കറ്റ്സ്, അതുമാതിരി തന്നെ നിങ്ങളുടെ പിസ്റ്റൺ റിങ്സ് എല്ലാം തേയ്മാനം ഉണ്ടാവും. നല്ല വണ്ടി ഓടിക്കുന്നവര് ഒരു സ്പീഡിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടി അവർക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ ഗരാജിൽ പോവുക. അല്ലഭ നിങ്ങൾ വണ്ടി റഫായി ഓട്ടിക്കുന്നു, നിങ്ങൾക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയില്ല, വെറും സീറ്റിലെടുത്തിട്ട് ആക്സിലേറ്റർ മാത്രം ഓട്ടിക്കാൻ അറിയുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി തീർച്ചയായിട്ടും ഗാരേജിൽ പോയി കഴിഞ്ഞാൽ വലിയ ബില്ല് വരും. ക്ലച്ച് പ്ലേറ്റ് മാറ്റി, ബ്രേക്ക് പാഡ് മാറ്റി. ബ്രേക്ക് പാഡ് എങ്ങനെ ചെയ്യുക? നിങ്ങൾ ഫ്രീക്വന്റ്ലി ബ്രേക്ക് അപ്ലൈ ചെയ്യുക നിങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ. സിഗ്നൽ ഉണ്ടും മറന്നാലും പറപ്പിച്ചോട്ട് പോകണം, അവിടെ പോയിട്ട് ബ്രേക്ക് അടിക്കുക. അതിലെന്താ ബുദ്ധിയുള്ളത്? ബ്രേക്ക് പാഡ് സൂക്ഷിക്കുക, ക്ലച്ച് പ്ലേറ്റ് സൂക്ഷിക്കുക, നിങ്ങളുടെ ഇഞ്ചിൻ വിയർ ആൻഡ് ടിയർ സൂക്ഷിക്കുക. ആൻഡ് ഇതെല്ലാം കൊണ്ടും കുറെ കാലം ഞാൻ ടയർ കമ്പനിയിൽ വർക്ക് ചെയ്താണ്. ടയർ വിയർ, ടയറിന്റെ തേയ്മാനം. ചില ആൾക്കാർ ടയർ 40,000 കിലോമീറ്റർ, 50,000 കിലോമീറ്റർ, 70,000 കിലോമീറ്റർ യൂസ് ചെയ്യും. അവർ കമ്പനിയെ ഭയങ്കര പ്രൈസ് ചെയ്യും. നല്ല കമ്പനിയുടെ ഒരു ഇതല്ല അത്. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഗുണമാണ് നിങ്ങളുടെ ടയറിൽ കാണുക. ചിലർ 10,000 ടയർ മാറ്റും. എന്താണ്? ഫ്രീക്വന്റ് ബ്രേക്കിംഗ്. അത് ഏതിലാണ് ലോഡ് വരിക? നിങ്ങളുടെ ടയറിലാണ് ലോഡ് വരിക. ടയർ ഗെറ്റ്സ് വോൺ ഓഫ്, അൺഈവൻ വിയർ, നോർമൽ വിയർ, അബ്രപ്റ്റ് വിയർ. ഇതൊക്കെ ഈ എല്ലാ വിയർ പാറ്റേൺസ് നിങ്ങളുടെ ടയർ വരുന്നത് നിങ്ങളുടെ റഫ് റൈഡിംഗ് കാരണമാണ്. അപ്പോൾ ടയറിന്റെ ചെലവ്, ബ്രേക്ക് പാഡിന്റെ ചെലവ്, പിന്നെ നിങ്ങളുടെ ക്ലച്ച് പ്ലേറ്റിന്റെ ചെലവ്, ഇഞ്ചിൻ, പിസ്റ്റൺ, ചെയിൻ സോക്കറ്റിന്റെ ചെലവ്, ഇതല്ലാണ്ട് വല്ലോടെയും പോയി വല്ലടിച്ച് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഹോസ്പിറ്റൽ ബില്ലിന്റെ ചെലവ്, വീട്ടുകാരെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്ന ചെലവ്, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടല്ല വണ്ടി ഓടിക്കുന്നത്. ബി സേഫ്, ബി മെച്ചുവർഡ്. ഇറ്റ് ഈസ് നോട്ട് വാട്ട് വെഹിക്കിൾ ഡു യു റൺ ഓർ ഓപ്പറേറ്റ്. ഇറ്റ് ഈസ് ബേസിക്കലി ദ സ്റ്റൈൽ, ദ മെച്യൂരിറ്റി ദാറ്റ് യു ഷോ ഇൻ റൈഡിംഗ് എ വെഹിക്കിൾ. ഞാനിത് എപ്പോഴും പറയാറുണ്ട്. പറയാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. I am an Indian driving license holder. I am a Gulf driving license holder.
I'm an African driving license holder and I'm an international driving license holder. ഈ ലൈസൻസ് കിട്ടി, ഈ ലൈസൻസ് എടുക്കാൻ കഷ്ടപ്പാടൊന്നും വന്നിട്ടില്ല എനിക്ക്. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നിയമം പാലിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചിരിക്കുന്നത്. അല്ല അത് കാരണം ഏത് വണ്ടി ഞാൻ വെച്ച് കഴിഞ്ഞാലും എത്ര സഫിസ്റ്റിക്കേറ്റഡ് വണ്ടി വെച്ചാലും അതിന്റെ ഡിസ്പ്ലേ ഞാൻ റോഡിൽ എന്റെ ഡ്രൈവിംഗിലാണ് ഞാൻ കാണിക്കുക. അല്ലാണ്ട് വണ്ടി റോഡിൽ ഇറക്കിയിട്ടല്ല ഞാൻ കാണിക്കുക. The people should admire how I ride, how I drive, how I follow the traffic signals and road safety. Do you want to be safe? Do you want to be absolutely good to your family? Do you want to continue riding your vehicle without much expenses for your vehicle? Ride safely, ride intelligently, and ride maturely. This is a public message that I want to give it to you on the early hours at Nakshatra Preschool for Little Wonders here in Nakshatra Nagar, Chandanagar, Palakkad. Because this is what we teach our children here in the school. Every child comes with a helmet. Every child tells their parents, don't drive rashly. It will cost my life and my mama is waiting in the home. Please take care about her. That is what I want you all. വണ്ടി എടുത്ത് റോഡിൽ പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനെ ആലോചിക്കുക. Thank you. God bless. Have a wonderful Friday.